ഇന്നത്തെ ചെന്നൈ പഞ്ചാബ് മത്സരത്തിൽ ചെന്നൈ തോറ്റപ്പോൾ അവരെ ഒഫീഷ്യലായിട്ട് IPL നിന്ന് പുറത്തായിരിക്കുകയാണ്. പഞ്ചാബ് കളി ജയിച്ചപ്പോൾ പോയിന്റ് ടേബിളിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. രാജസ്ഥാന് സന്തോഷ വാർത്തയാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ IPLലെ എല്ലാ ടീമിൻ്റെയും പ്ലേ ഓഫ് സാധ്യതയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. IPL 2025 നിന്ന് ഒഫീഷ്യലായിട്ട് പുറത്താവുന്ന ആദ്യത്തെ ടീമായിരിക്കുകയാണ് CSK. ഇനി അവർക്ക് പ്ലേ ഓഫിലെത്താൻ സാധിക്കില്ല. ഇന്ന് പഞ്ചാബ് കളി ജയിച്ചപ്പോൾ അവരെ പോയിന്റ് ടേബിളിൽ 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. പഞ്ചാബിന് 13 പോയിന്റ് ഉണ്ട്. ഡൽഹി ടീം 5ാം സ്ഥാനത്താണ്, അവർക്ക് 12 പോയിന്റ് ഉണ്ട്. ലക്നൗ ആണ് 6ാം സ്ഥാനത്ത്, അവർക്ക് 10 പോയിന്റ് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ വട്ടം ചാമ്പ്യന്മാരായ കൊൽക്കത്ത ടീം 7ാം സ്ഥാനത്തുണ്ട്, അവർക്ക് 9 പോയിന്റ് ഉണ്ട്. ചെന്നൈക്ക് 4 പോയിന്റ് മാത്രമേ ഉള്ളൂ. ചെന്നൈ പുറത്തായിരിക്കുകയാണ്. SRHനാകട്ടെ 6 പോയിന്റ് ഉണ്ട്, അവർക്കിനി ചെറിയൊരു അവസരമുണ്ട്. അവരിപ്പോൾ 9ാം സ്ഥാനത്താണ്. നിലവിൽ 1ാം സ്ഥാനത്ത് RCB ആണ്, അവർക്ക് 14 പോയിന്റ് ഉണ്ട്. 89% RCB പ്ലേ ഓഫ് ഉറപ്പിച്ചു. മുംബൈ ആകട്ടെ 3ാം സ്ഥാനത്താണ്, അവർക്ക് 12 പോയിന്റ് ഉണ്ട്. മുംബൈ ടീമും ഏകദേശം പ്ലേ ഓഫ് ഉറപ്പിച്ചു. ഗുജറാത്താണ് 4ാം സ്ഥാനത്ത്, അവർക്ക് 12 പോയിന്റ് ഉണ്ട്. ഗുജറാത്തും ഏകദേശം പ്ലേ ഓഫ് ഉറപ്പിച്ച മട്ടാണ്. ഇനിയിപ്പോൾ പ്ലേ ഓഫിന് വേണ്ടി മത്സരിക്കുന്നത് ഡൽഹിയും ലക്നൌവുമാണ്, അവർക്കാണ് കൂടുതൽ ചാൻസ്. ഇനി രാജസ്ഥാൻ ടീമിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ രാജസ്ഥാൻ 8ാം സ്ഥാനത്താണ്, 6 പോയിന്റ് രാജസ്ഥാനുണ്ട്. രാജസ്ഥാൻ ഇപ്പോഴും പ്ലേ ഓഫ് സാധ്യത ഉണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ ഗുജറാത്തിനെതിരെ രാജസ്ഥാൻ മികച്ച വിജയമാണ് സ്വന്തമാക്കിയത്. അതാണ് രാജസ്ഥാന്റെ പ്ലേ ഓഫ് സാധ്യത തുറന്നിരിക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള എല്ലാ മാച്ചിലും രാജസ്ഥാൻ ജയിക്കണം, എന്നാൽ മാത്രമേ പ്ലേ ഓഫിലെത്താൻ സാധിക്കൂ. ഒരു മാച്ചിൽ പോലും രാജസ്ഥാൻ തോറ്റാൽ അവരും IPL നിന്ന് പുറത്താണ്. പഞ്ചാബ് നിന്ന് കളി ജയിച്ചപ്പോൾ ഒറ്റയടിക്ക് 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. ഇത്തവണ RCB മുംബൈയും പ്ലേ ഓഫ് കളിക്കുമെന്നത് ഉറപ്പായിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.